ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ചാണ്. എന്താണ് വീറ്റ്സ്റ്റോൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊരു റെസിസ്റ്ററുകളുടെ അറേഞ്ച്മെന്റ് ആണ് അല്ലെ. ഇവിടെ മുകളിലായിട്ട് 2 പേരുണ്ട്, താഴെയായിട്ട് 2 പേരുണ്ട്, മിഡിലിൽ ഗാൽവനോമീറ്റർ ഉണ്ട്. എപ്പോഴാണ് ഒരു വീറ്റ്സ്റ്റോൺ ബാലൻസ്ഡ് ആവാറ്? R1 ഡിവൈഡഡ് ബൈ R2 മസ്റ്റ് ബി ഈക്വൽ ടു R3 ബൈ R4. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മിഡിൽ ബ്രാഞ്ചിലൂടെ എന്ത് ഒഴുകില്ല? കറണ്ട് ഒഴുകില്ല. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. പിന്നെ ഈ 2 പേര് സീരീസ് ആകും, ഈ 2 പേര് സീരീസ് ആകും, കാരണം ഇതിലൂടെ കറണ്ട് ഒഴുകുന്നില്ലല്ലോ. പിന്നീട് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പല നല്ല ചോദ്യങ്ങളിലും ഒറ്റ നോട്ടത്തിൽ ഇത് വീറ്റ്സ്റ്റോൺ എന്ന് മനസ്സിലാവില്ല. വേറെ പല രൂപത്തിലാണ് അവർ ക്വസ്റ്റ്യൻ തരാറ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ വർഷം 2025 നീറ്റ് എക്സാമിന് ചോദിച്ചത്. ഇതിൽ എക്സാക്ട്ലി ഈ ഒരു ഭാഗം വീറ്റ്സ്റ്റോൺ ആണ്. ഇതൊരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലത് നമുക്ക് വീറ്റ്സ്റ്റോൺ എന്ന് മനസ്സിലാവാറില്ല. അപ്പൊ വീറ്റ്സ്റ്റോൺ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പും ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് നമുക്ക് ആസ് യൂഷ്വൽ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇത് വീറ്റ്സ്റ്റോൺ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. ബാലൻസ്ഡ് ആയതുകൊണ്ട്, ബാലൻസ് ആണെങ്കിൽ നമുക്ക് മിഡിൽ ബ്രാഞ്ച് ഒഴിവാക്കാം. വീറ്റ്സ്റ്റോണിന്റെ മറ്റൊരു രൂപമാണ് ഇത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. കണ്ടോ, അതായത് സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ ആണ് വരാറ്. അതൊന്ന് നിവർത്തി വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. ഇതും വീറ്റ്സ്റ്റോൺ ആണ്. ബാലൻസ്ഡ് ആണെങ്കിൽ R1 ബൈ R2 മസ്റ്റ് ബി ഈക്വൽ ടു R3 ബൈ R4. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ കാണുമ്പോഴും ഇത് വീറ്റ്സ്റ്റോൺ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വീറ്റ്സ്റ്റോണിന്റെ മറ്റൊരു ഫോം ആണ് ഈ ഒരു ഫിഗർ. ഇതും എക്സാക്ട്ലി വീറ്റ്സ്റ്റോൺ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് മുകളിലുള്ള 2 റെസിസ്റ്റർ, ഇതാണ് താഴെയുള്ള 2 റെസിസ്റ്റർ. ഇങ്ങനത്തെ ഒരു ഫിഗർ തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതായിരിക്കും അതിന്റെ മിഡിൽ ബ്രാഞ്ച്. അപ്പൊ ബാലൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മിഡിൽ ബ്രാഞ്ചിനെ ഒഴിവാക്കണം. അതുകൊണ്ട് ഈ ഫിഗറിൽ ഇതാണ് മിഡിൽ ബ്രാഞ്ച് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വീറ്റ്സ്റ്റോണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പല കുട്ടികൾക്കും ഇപ്പോഴും അറിയാത്തൊരു ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇതും എക്സാക്ട്ലി വീറ്റ്സ്റ്റോൺ ആണ്. കറക്റ്റ് ആയിട്ട് ഇതെന്താണ്? വീറ്റ്സ്റ്റോൺ ആണ്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഇതിൽ കണ്ടില്ല, ഈ 2 ഓം ഞാൻ അതേപോലെ ഇവിടെ വരച്ചു, ഈ 2ഉം ഞാൻ അതുപോലെ വരച്ചു, ഈ 2ഉം ഞാൻ അതേപോലെ വരച്ചു, ബി ഉണ്ട്, അത് ഇതുപോലെ ബി വരച്ചു. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വയർ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഞാനിവിടെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഞാൻ ഇയാളും കൂടെ നിവർത്തി വെച്ചു. കൈ കൊണ്ട് ഇങ്ങനെ നിവർത്തിയിട്ട് വയറാണല്ലോ, ഞാൻ നിവർത്തിയിട്ട് ഇങ്ങോട്ട് മടക്കി വെച്ചു. അപ്പൊ ഈ 2 ഓം ഇവിടെ എത്തി, അതാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചത്. ഈ 2 ഓം ഇവിടെ എത്തി, അതാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആളെ നിവർത്തിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. അതായത് ഇയാൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതെന്താണ്? വീറ്റ്സ്റ്റോൺ ആണ്. അപ്പൊ ഇതായിരിക്കും അതിന്റെ മിഡിൽ ബ്രാഞ്ച് എന്നുള്ളത്. അപ്പൊ ഇതും വീറ്റ്സ്റ്റോണിന്റെ മറ്റൊരു ഫോമാന്നുള്ളത് മനസ്സിലാക്കണം. അതില് ഇതായിരിക്കും ഇതിന്റെ മിഡിൽ ബ്രാഞ്ച്. ദിസ് വൺ വിൽ ബി ദ മിഡിൽ ബ്രാഞ്ച്. അപ്പൊ ഇതെല്ലാം വീറ്റ്സ്റ്റോണിന്റെ എന്താണ് പല ടൈപ്പ് ഫോമുകളാന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വീറ്റ്സ്റ്റോണിന്റെ ചോദ്യം വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫിഗർ തന്നെ ആവണം നിർബന്ധമില്ല. അതിന്റെ എല്ലാ ടൈപ്പ് ഫിഗേഴ്സും നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഡിസ്കസ് ചെയ്തു.